വൈകിട്ട് സ്കൂളിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുവാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വാതിലിൽ തന്നെ കുഞ്ഞെന്നെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അവനോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് എല്ലാം കാട് പിടിച്ചൊക്കെ നിൽക്കുക. അപ്പോൾ അതിനെയൊക്കെ പോയി ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇനി നമുക്ക് രാത്രി പഠിക്കാനിരിക്കാം. കുഞ്ഞൊക്കെ ഉറങ്ങി. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു ഞാൻ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ PSC നഴ്സിംഗ് ട്യൂട്ടറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എജ്യൂസിൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കേട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ കുറച്ച് സമയം എല്ലാ ദിവസവും ചിലപ്പോൾ പഠിക്കാൻ പറ്റാറില്ല, എന്നാലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പഠിക്കാറുണ്ട്. സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, അപ്പോൾ നമുക്ക് കേട്ട് നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 10 മണി വരെയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പം കുഞ്ഞ് ഉറങ്ങി കിടന്നിടത്ത് തന്നെ അവിടെ പോയിരുന്നു. കാരണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ടിലേന്ന് തറയിൽ വീണാലോ എന്ന് കരുതി അവൻ്റെ അടുത്ത് പോയിരുന്ന് നോട്ട്സ് എഴുതിയെടുത്തല്ലായിരുന്നു പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയിലൊരു ഞാനൊരു 11 മണി വരെയൊക്കെ ഏകദേശം ഇരുന്ന് പഠിച്ചു. എൻ്റെ കൂടെയുള്ള പലരും പറയാറുണ്ട് നമുക്ക് പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല. അത് പക്ഷേ ശരിയാണ് കേട്ടോ, നമുക്ക് പഠിക്കാൻ സമയം കിട്ടാറില്ല. പക്ഷേ നമ്മൾ കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആയിരിക്കും. ആ സമയം ഞാൻ ക്ലാസ് കേട്ട് നോട്ട്സൊക്കെ എഴുതുക, അല്ലെങ്കിൽ പഠിച്ചത് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാറാണ് പതിവ്. നമുക്ക് ഫാമിലിയായിട്ട് ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ടിനെ കുറിച്ച് എന്തായാലും ബോദർ ചെയ്യേണ്ട. ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ നേഴ്സായിട്ടുള്ളവർ PSC പ്രിപ്പറേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് കൂടെ കൂടിക്കോ.